ഇന്ന് വ്യത്യസ്തമായ ഒരു പരിപ്പ് വടയാണ് ശരിയാക്കുന്നത് ചായയ്ക്ക്. ഈ പരിപ്പ് വട ശരിയാക്കാനായി ആദ്യം ഞാൻ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. ആദ്യം തന്നെ ഈ പരിപ്പിനെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാനുള്ള സാധനങ്ങൾ കൂടി ചേർത്തിട്ട് പെട്ടെന്ന് പരിപ്പ് വട റെഡിയാക്കാം. പരിപ്പ് ചതച്ചെടുക്കുമ്പോൾ ഒരുപാട് ചതഞ്ഞു പോകരുത്. ഇതിനുള്ളിൽ ഇപ്പോൾ തരിതരിപ്പായിട്ടുള്ളത് കൊണ്ട് ചതയാതെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വേണം ഇതിനെ ചതച്ചെടുക്കാൻ. ഇപ്പോൾ പരിപ്പ് നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഒരു സവാള ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത കുറച്ച് കാബേജ് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ വ്യത്യസ്തമായ ഒരു പരിപ്പ് വടയും വളരെ ടേസ്റ്റിയായ ഒരു പരിപ്പ് വടയുമാണ് ഇത് ശരിയാക്കി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും മിക്സ്. ഈ മാവിനെ കുറേശ്ശെയായിട്ട് നമുക്ക് കയ്യിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി കുറച്ച് മാവ് കൂടിയുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെറുക്കിയെടുക്കാം. വ്യത്യസ്തമായ ഒരു പരിപ്പ് വടയാണിത്. ഇതിനകത്തിൽ ചേർന്നിട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മൾ ഇതുമാതിരിയുള്ള പരിപ്പ് വടകളൊക്കെ വീട്ടിൽ തയ്യാറാക്കിയാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ തിരഞ്ഞ് നമ്മൾ ഒരു ഷോപ്പിലേക്കും പോവില്ല. ഇത് വെറും പരിപ്പ് വടയല്ല, ഇതൊരു സ്പെഷ്യൽ പരിപ്പ് വടയാണ്. ഈ പരിപ്പ് വട നമ്മൾ വീട്ടിൽ റെഡിയാക്കിയാൽ ആരും ഒരു പരാതിയും പറയാതെ കഴിച്ചോളും. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായി ഈ പരിപ്പ് വട നിങ്ങൾ തയ്യാറാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. Thank you.